ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കോളേജ് വ്ളോഗാണ്. കോളേജിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഒരുപാട് മുന്നെടുത്തതാണ്. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് ഇതൊന്ന് ഫുൾ വ്ളോഗായിട്ട് ഇറക്കാനായിട്ട് എനിക്ക് മനസ്സ് വന്നത്. അപ്പം ഞാൻ അന്ന് കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ PGയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നൗറിനും ഫിദ എല്ലാം കൂടെ ഒരു PG എടുത്തിട്ട് കോളേജിനടുത്ത് തന്നെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അവരുടെ കൂടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് അവരെല്ലാം പറക്കി കൂട്ടി ഇറങ്ങി നമ്മൾ കോളേജിലേക്ക് ഇറങ്ങി. കോളേജ് 9 മണിക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അവരവിടുന്ന് ഇറങ്ങുക 9 മണിക്കാണ്, കറക്റ്റ് 9 മണിക്ക്. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ കോളേജിലേക്ക് പിന്നീട് നടന്നു പോവുകയാണ് ചെയ്തത്. തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ചേ നടക്കാനുള്ളൂ. ഇതാണ് ഞങ്ങളുടെ കോളേജിലെ ഹോസ്റ്റല്. നൗറിനൊക്കെ ആ ഹോസ്റ്റലിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. പിന്നെ ചില സാങ്കേതിക തകരാറുകൾ മൂലം അതെ ഉമ്മ ആണോ ഇത് കുറച്ച് ഫ്രീഡം കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് PGയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ കോളേജ്. സോ നമ്മൾ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി ക്ലാസ്സിലെത്തിയിട്ട് കാണിച്ചു തരാം. ക്ലാസ്സിലുള്ളവരൊക്കെ കാണിച്ചു തരാം. നമ്മുടെ കൊച്ചി ടീംസൊക്കെ ഉണ്ടാവും, എല്ലാവരും കാണിച്ചു തരാം. സോ ടാറ്റാ. അങ്ങനെ കോളേജിൽ എത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്. ഇന്ന് ഫസ്റ്റ് 4 hours നമുക്ക് ലാബാണെന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേരെ ലാബിലേക്കാണ് പോയത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ലാബ്. വളരെ വിശാലമായ വിജൃംഭിച്ച് കിടക്കുന്ന ലാബാണ് ഞങ്ങളുടേത്. അങ്ങനെ ലാബിലൊരു ഫസ്റ്റ് 2 hour ഇരുന്നപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് ബ്രേക്കിന് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ബ്രേക്കിന് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ അതർ ഡിപ്പാർട്ട്മെൻറ്റിലെ ചങ്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണജ, നേഹ, ഫിദ, ഫ്രീൻ, അങ്ങനെ എല്ലാവരുടെ അടുത്തും 10 തള്ളൊക്കെ തള്ളി അവിടെ നിന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ക്യാൻറ്റീനിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നേരം ഫസ്റ്റ് 4 hours ലാബാണ്, ഉച്ചവരെ. 2 hour കഴിഞ്ഞു. ഇപ്പൊ ഇന്റർവെല്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് വ്ളോഗ് ചെയ്യട്ടെ, ഒന്ന് തലാട്ടി ഇരിക്കുമെന്ന് ചോദിച്ചതാണ്. തലാട്ട് ഞാൻ എന്ത് പറഞ്ഞാലും തലാട്ടണമെന്ന് പറഞ്ഞിരുത്തിയതാണ്. ഇവിടെ എപ്പോഴായിരിക്കും കാണണ്ടാവുക അല്ലേ? എന്റെ ബ്ലോഗിൽ ഫസ്റ്റ് ടൈമാണ്. കാരണം നേഹ വേറെ ബ്രാഞ്ചാണ്, ER ആണ്. പിന്നെ ഇന്റേൺഷിപ്പിന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഡ്യൂ ടു സം റീസൺസ്. സോ അതുകൊണ്ട് നേഹൻ ഇപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണ്ടാവുക. ഇതാണ് നേഹ ബഷീർ. അടുത്തെത്തിട്ട് സെൽഫിയോ? നമ്മള് ഇങ്ങനെ പറയുമ്പോ റീച്ച് കിട്ടുന്നാണ് പറയണത്. പറയട്ടാ സെറ്റല്ലേ? ലേറ്റ് കറക്റ്റ് അല്ലേ? അപ്പൊ എല്ലാരും പറയണ പോലെ അപ്പൊ ഒരാളൂടി പറഞ്ഞോ. അപ്പൊ എല്ലാരും പറയണ പോലെ എന്നിട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച പൊട്ടിക്കുക. Oh my god, ഞാൻ പോവാണ്. Irene, this is my vlog. Hi guys, this is Irene from Biyark. ആരാണ്? എന്റെ പെണ്ണ്. Lesbians ആണോ? Oh shit, റുഷിത നീ ഇത് കേൾക്കുന്നുണ്ടോ? They are lesbians. എവിടെ ഒന്ന് കാണിച്ച ഷോക്കടായി. കൃഷ്ണജ റൂട്ടിക്ക് ആക്സിഡന്റ് ആവണം, ഷോക്കടാവും. ഹേ ഗൈസ്, അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. ഞാൻ ഇന്നലെ കുറച്ച് വ്ളോഗ് എടുത്തെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 ഡേയ്സിൻ്റെ ഒക്കെ കുറച്ച് ഷോർട്സ് എടുത്തിട്ട് ഒരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ സോഫ്റ്റ്വെയർ പഠിക്കുക, അതുകൊണ്ട് ഞാൻ സോഫ്റ്റ് ഗേൾ ആവാൻ തീരുമാനിച്ചു.
അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചളി ഞാൻ അവിടെ പറഞ്ഞപ്പോഴത്തേനും പിന്നെ എന്നെ ഫുള്ള് ഊക്കലായിരുന്നു അവിടെ. പിന്നെ സോഫ്റ്റ് ഗേളായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ചിരിക്കണം, അങ്ങനെ ഫുൾ ഒരു ഡെമോൺസ്ട്രേഷനോട് കൂടിയിട്ടുള്ള ക്ലാസ്സൊക്കെ എനിക്ക് എടുത്തെന്ന് അവിടെ. പിന്നെ ഫിദൻ്റെ അഫ്രിൻ്റെയും കബഡ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വ്ളോഗിന് വേണ്ടിയിട്ട്. വ്ളോഗിൽ പ്രത്യേകം ഇടണമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാട്ടിക്കൂട്ടിയതാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് അവിടുന്ന് ക്ലാസ്സിലെത്തിയപ്പോഴത്തേനും നമുക്ക് കഴിക്കാൻ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. വെരി ടേസ്റ്റി. ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല കാരണം ഇത് മുന്നെപ്പോഴോ എടുത്ത വ്ളോഗാണ്. പക്ഷേ എങ്കിലും എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി വളരെ ടേസ്റ്റി ആയിരുന്നു എന്നുള്ളത്. നമ്മളെല്ലാവർക്കും കൊടുത്തു, നമ്മളൊട്ടും സെൽഫിഷ് അല്ല. അപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ നമുക്ക് കൊടുത്തായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല ഗൈസ്. അങ്ങനെ മാങ്ങ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ക്യാൻറ്റീനിലേക്ക് പോയി. ഞങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കും, ഇത് തന്നെയാണ് ഞങ്ങളുടെ പണി. ഇൻ്റർവെല്ലായാൽ ക്യാൻറ്റീനിൽ പോവുക, പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെയും ക്ലാസ്സിലേക്ക് വരിക. ഇതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് അവിടെ ചെയ്യാനില്ല ഗൈസ്. അതാണ് സത്യം. ക്യാൻറ്റീനിൽ 4 ആൾക്കാരെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോയത്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഗൈസ് അങ്ങ് ദൂരെ ഇതാരാണ് വരുന്നത്? ഇതാ അതെ, ലിപ്സ്റ്റിക് മാത്രം കാണാണ്ട്. ഏതാ? ഫേസ് സ്കാൻ മാച്ച് ലിപ്സ്റ്റിക്. പിന്നെ ഋഷിത ലിപ് ഷെയ്ഡ് ഷെയർ ചെയ്യോ എന്റെ സബ്സ്ക്രൈബേഴ്സിന്? ലിപ് ഷെയർ ലിപ്സ്റ്റിക് പറയാണെങ്കിൽ എന്റെ പേരില്ലേ? ഏത് വെബ്സൈറ്റിലെ കിട്ടുക? അത് നല്ല ഒരു കൊറിയൻ ബ്രാൻഡ്. ഇങ്ങനെയൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടോ? സനിജ പറയും. സനിജ സ്കിൻ കെയർ ഷെയർ ചെയ്യാവോ? സ്കിൻ ഷെയർ സൺസ്ക്രീം യൂസ് ചെയ്യാം. പിന്നെ ഒരു ബ്രൈറ്റനിങ് ക്രീം, സെറം. അതെ, ഇവിടെ പറഞ്ഞോട് കുറച്ച് ബ്രൈറ്റ് ആവട്ടെ. സോഡിയാക്ക് എന്ന് പറഞ്ഞൊരു ക്രീമാണ്, നല്ല ഉപകാരമുണ്ട്. അതെയോ? പിന്നെ എക്സ്ഫോലിയേറ്റ് ചെയ്യാ, ഷേവ് ചെയ്യാ. വാവ്, നൈസ്. അതാണ് സനിജയുടെ ഈ സ്കിന്നിന്റെ രഹസ്യം. ചേട്ടാ സ്കിൻ കെയർ ഷെയർ ചെയ്യാവോ? അങ്ങനെ ഞാൻ ഈ വ്ളോഗ് എടുത്ത ദിവസം KSUവിൻ്റെ എന്തോ വിദ്യാഭ്യാസ ബന്ധം അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴത്തേനും KSUക്കാർ സ്ട്രൈക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അന്ന് പിന്നെ ഉച്ചയ്ക്ക് കോളേജ് വിടുകയാണ് ചെയ്തത്. നമ്മുടെ കോളേജിൽ പാർട്ടിയൊന്നും ഇല്ല, പക്ഷെ ഇതുപോലെ സ്ട്രൈക്കൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ വരാറുണ്ട്. എന്താ ഇവിടെ നടക്കണേ? എന്താണ്? അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ കോളേജ് വിട്ടു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.